ഹേ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഗ്രീൻ പീസിൻ്റെ ഒരു മസാലക്കറിയാണ്. നല്ലൊരു ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പം, ഇഡ്ഡലി, പൂരി അങ്ങനെ എല്ലാ ടിഫിൻ ഐറ്റംസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തേങ്ങയും പെരുംജീരകവും നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഐറ്റംസ് മതി. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ പെരുംജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മസാലക്കറി ആയതുകൊണ്ട് നമ്മൾ കടുക് ഇടുന്നില്ല. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല പോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ അങ്ങനെയൊന്നും മൊരിഞ്ഞാവണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. അതും പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കീറി, അത്ര എരിവ് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എരിവ് ഇട്ടോളൂ, പച്ചമുളക് ആഡ് ചെയ്തോളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി, അത് കണ്ടില്ലേ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാടി വന്ന ഈ സ്റ്റേജിൽ നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മസാല ആവശ്യമില്ല. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ്, സോറി. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത ശേഷം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമേ നമ്മൾ ഈ മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു സ്പൈസസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസും ഒരു പൊട്ടറ്റോയും കൂടി നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ കടലയും പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പൊട്ടറ്റോയാണ്, ഒരുപാട് ആഡ് ചെയ്യരുത്. പൊട്ടറ്റോ കുറച്ചേ പാടുള്ളൂ. ഒരു കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പൊട്ടറ്റോ ആഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ. പിന്നെ നമ്മൾ അതിന് ശേഷം തിളച്ച് വന്ന ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങയും പെരുംജീരകവും അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സ്റ്റേജിൽ നോക്കിയിട്ട്. പിന്നെ കടല വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഇടുക. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തിളയ്ക്കട്ടെ. ഇത് ഒരുപാട് വാട്ടറായിട്ടുള്ള കറിയല്ല, ഒരു കുറുകിയൊരു കറിയാണ്. നമുക്ക് നല്ലൊരു ടിഫിൻ ഐറ്റംസിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനിൽ പോകുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് തിള വന്നിട്ടുണ്ട്. ഞാൻ അടച്ചൊന്നും വെക്കുന്നില്ല, ഒന്ന് നല്ല ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരുവിധം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ നമുക്ക് എങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണോ ആവശ്യം അതുപോലെ ആക്കാം. ഇപ്പോൾ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണ്, ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.